ഇന്ന് ബൺ മസ്കയാണ് കേട്ടോ നമ്മുടെ ഐറ്റം. എല്ലാവരുടെയും ഭയങ്കര ട്രെൻഡായിട്ടുള്ള ഐറ്റമാണ്. അതായത് മുംബൈയിലത്തെ ഇറാനിയൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ ഫേമസ് സ്നാക്സാണ് ബൺ മസ്ക. ഇത് എൻ്റെ സ്റ്റൈലിൽ നിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ബൺ മസ്ക ഇവരുടെ പ്രിയപ്പെട്ട വിഭവമാണ്. അപ്പോൾ നമ്മൾ വാങ്ങി കൊടുക്കുന്നതിലും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ അല്പം ചേരുവത് കപ്പലണ്ടി മിഠായി നന്നായിട്ട് അങ്ങനെ പൊടിച്ചെടുത്തു കേട്ടോ. ഒരു കപ്പലണ്ടി മിഠായി ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് 3-4 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഏകദേശം ഒരു കപ്പലണ്ടി മിഠായി ഒരു സ്ക്വയർ ആയിട്ടുള്ളെടുത്തു. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഡേറ്റ്സും എല്ലാം ഇട്ടു. അപ്പോൾ ഒരു ക്രഞ്ചി ഫീലിംഗ് കിട്ടും. കുറച്ച് കോംപ്ലക്സും കൂടി മിക്സ് ചെയ്തു. ഡ്രൈ ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇടാൻ കേട്ടോ. ഞാൻ അതിൽ ഓൾറെഡി നട്ട്സ് ഉള്ളതുകൊണ്ട് പിന്നെ അതൊന്നും നിർത്തില്ല. അപ്പോൾ നല്ലൊരു ക്രഞ്ചി ഫീലിംഗ് ആണ്. തീർച്ചയായും നിങ്ങളൊരു ചേഞ്ച് എന്നുള്ള രീതിയിൽ നിങ്ങളിത് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാൻ. ഞാൻ 2 പീസ് ബട്ടർ 200 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സോഫ്റ്റ് ബട്ടർ എടുക്കുക, നന്നായിട്ട് സോഫ്റ്റ് ആക്കുക, നല്ല ക്രീമി സ്റ്റൈലിലാക്കുക. നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്യുക. അതിൽ നമ്മൾ ചേർക്കേണ്ടത് മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഐസിങ് ഷുഗറൊക്കെ ഇടാം. ഞാൻ ഇതാ നേരിട്ട് നമ്മുടെ തിക്കായിട്ടുള്ള കോൺസെൻട്രേറ്റഡ് മിൽക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മിൽക്ക് മെയ്ഡ് എന്നുള്ള ബ്രാൻഡ് നെസ്ലേരെ മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് കൂടുതലും കുറവൊക്കെ ഒഴിക്കുക കേട്ടോ. ഞാൻ ഏകദേശം ഒരു 80 മില്ലി ഒഴിച്ചിട്ടുള്ളൂ. നല്ല മധുരമല്ലേ, ബണ്ണിന് കൂടി മധുരമുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി കേട്ടോ. നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ മധുരം കുറവായതുകൊണ്ട് അല്പം കൂടി ഒഴിച്ചു മിൽക്ക് മെയ്ഡ്. അത് നന്നായിട്ട് ക്രീമി സ്റ്റൈലിലാക്കി. ഇനി നമ്മൾ ബണ്ണെടുത്തതിന് ശേഷം ബണ്ണ് നമ്മളൊന്ന് ചൂടാക്കണം. ജസ്റ്റ് ഒന്ന് ഹാഫോ നിങ്ങൾ എടുത്ത് ഡിവൈഡ് ചെയ്യുക. ജസ്റ്റ് ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബട്ടർ അധികം വേണ്ടെന്ന് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ഗ്രില്ല് ചെയ്തു. നല്ല ബണ്ണിനൊന്ന് ചൂട് കിട്ടും, സോഫ്റ്റ് ആവുകയും ചെയ്യും. അതിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടർ മിക്സർ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം. ഇവിടെ പിള്ളേർക്ക് ഒത്തിരി വേണം. അപ്പോൾ നന്നായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അതിൽ നമ്മൾ തേച്ചു കേട്ടോ. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം 2 ഭാഗത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് തേക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മിക്സർ അതിൻ്റെ മേലെ വിതറുക. അപ്പോൾ നല്ല ക്രഞ്ചി ഫീലിംഗ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഡ്രൈ ഫ്രൂട്ട്സ് എത്ര ഫ്രൂട്ട്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങളതിലിടുക. ഇത് ഞാൻ പീനട്ടിൻ്റെ ക്യാൻഡി ഇട്ടുണ്ട്. അതും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നല്ലൊരു ക്രഞ്ചി ഫീലിംഗ് ഉണ്ടായിരിക്കും. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൺ മസ്ക നിങ്ങളുടെ അഭിപ്രായം പറയാം. താങ്ക് യു. എൻജോയ് ദ ലൈഫ്. അപ്പോൾ ഋഷികേശ് അത് കഴിച്ച് അവനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എൻ്റെ ഫേസ് കണ്ടില്ലേ, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കുക, നിങ്ങളുടെ അഭിപ്രായം